അജയ് തറയിൽ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അജയ് തറയിൽ, ഇപ്പോൾ വരുന്ന ഈ ഫോട്ടോകൾ അത് തന്ത്രിക്കുള്ളതായതിനാൽ കൈമാറിയെന്നത് താങ്കൾ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. പക്ഷേ അതിൽ ചില കുഴപ്പങ്ങളുണ്ട്. തന്ത്രിക്ക് കൈമാറിയതിൽ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലാണ് താങ്കളുടേതായ പ്രതികരണങ്ങൾ നേരത്തെയും വന്നിരുന്നത്. പക്ഷേ താങ്കളും പ്രയാർ ഗോപാലകൃഷ്ണനും ചേർന്നുകൊണ്ട് ആ ദൃശ്യങ്ങൾ കൈമാറുന്നതൊക്കെ, കൊടിമരം കൈമാറുന്നതൊക്കെ, വാജിവാഹനം കൈമാറുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ? അല്ല, ആ കൊടിമരം പൂർണ്ണമായി പൊളിച്ചു മാറ്റി. കൊടിമരത്തിന്റെ ഈ പറകളും അതുപോലെ അതിന്റെ ബാക്കി എല്ലാവരും അഷ്ടദിക്പാലകരെല്ലാം സ്വർണം പൂശിയതായിരുന്നു. അതെല്ലാം കണക്കെടുത്ത് അത് തിരുവാഭരണ കമ്മീഷനെ ഏൽപ്പിച്ച് സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുണ്ട്. വാജിവാഹനം ലോകമാണെങ്കിൽ ആചാര്യനും, മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ആറ്റിലൊടുക്കണമെന്നുമാണ് താന്ത്രിക വിധി പറഞ്ഞിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങളുടെ ഓർമ്മിപ്പിക്കുകയും ഞാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ മറ്റൊരു അംഗമായ രാഘവനും കൂടി ഇത് തന്ത്രി ഏൽപ്പിച്ചു. ഇതിനു മുമ്പും ഇങ്ങനെ കീഴ്വഴക്കമുണ്ട് ദേവസ്വം ബോർഡിലെ. ഇതിനു മുമ്പും വാജിവാഹനങ്ങൾ തന്ത്രികളെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു കുഴപ്പവുമില്ല. തന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വാജിവാഹനം എന്റെ കയ്യിലുണ്ട്, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു പ്രശ്നത്തിന്റെയും കാര്യമില്ല. ഇപ്പോൾ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയാണ്. പുതിയതായി പുതിയ ചെമ്പുകൊണ്ട്, പുതിയ തേക്ക് തടി കൊണ്ട് തൂണുണ്ടാക്കി, പുതിയ ചെമ്പുകൊണ്ട് പറളുണ്ടാക്കി, ഫിനിക്സ് ഗ്രൂപ്പ് 3 കോടി രൂപ മുടക്കി അതിമനോഹരമായിട്ട് ഞങ്ങൾ സ്വർണം പൂശി 500 വർഷക്കാലത്ത് നിൽക്കാൻ കഴിയും സ്വർണം പൂശിയിട്ടുണ്ട്. അത് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷനാണ് അത് മുഴുവൻ ചെയ്തത്. അതിന്റെ 6 റിപ്പോർട്ടുകളും അതിന്റെ കണക്കുകളും ദേവസ്വം ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത് ഹൈക്കോടതി അതിന് ഏറ്റവും അവസാനമായ ഒരു വിധിയും അതിനകത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം ക്ലിയറാണ്. ക്ലിയറായ ഒരു വിഷയം രണ്ടാമത് കുത്തിപ്പൊക്കേണ്ട ഒരു കാര്യവും ഇല്ലാത്തതാണ്. ഒരു കാര്യമുള്ളത്, ഇതിന്റെ ഈ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ച് ദ്രവിച്ചു, അതുകൊണ്ട് പുതിയത് നിർമ്മിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ? കൊടിമരം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഞങ്ങളല്ല. ഞങ്ങളുടെ മുമ്പുള്ള ഗോവിന്ദൻ നായരുടെ കാലത്തെ ബോർഡ് ഒരു ദേവപ്രശ്നം വെച്ചപ്പോൾ ആ ദേവപ്രശ്നത്തിൽ ഉയർന്നു വന്നൊരാശയമാണ് കൊടിമരത്തിൽ താഴത്ത് ദ്രവീകരണം സംഭവിച്ചിരിക്കുന്നു, അത് മാറ്റണമെന്ന്. അങ്ങനെയാണ് അവര് കേരള ഗവൺമെന്റ് അപേക്ഷ കൊടുത്ത് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും ഒരു തേക്ക് തടി കൊണ്ടുവന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേക്കും ആ തേക്ക് തടി പമ്പയിൽ അവർ എണ്ണത്തോട് ഇടാവുന്ന സംവിധാനത്തേക്ക് എത്തിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു തേക്ക് തടിയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ അത് ഒരു സ്വർണ്ണക്കൊടിമരം രണ്ടാമത് ഉണ്ടാക്കണം എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഞങ്ങൾ സ്പോൺസറെ കണ്ടുപിടിച്ച് തീരുമാനിച്ചുറപ്പിച്ചത്. ഈ നിലവിലുള്ള കൊടിമരം ദയനീയമായിട്ട് ഞാൻ പറയട്ടെ, അത് കോൺക്രീറ്റ് ആയിരുന്നു. ആ കോൺക്രീറ്റ് കൊടിമരത്തിന്റെ പറകൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിഭാഗം മുഴുവനും വിണ്ട് കീറി കമ്പിയെല്ലാം പുറത്തു കാണുന്ന രീതിയിൽ വളരെ ഏറെ വികൃതമായി വളരെയേറെ ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ദ്രവിക്കാതെ പറയാൻ പറ്റത്തില്ല. സിമന്റ് കോൺക്രീറ്റ് ആയിരുന്നു. അത് പൊളിച്ചു മാറ്റി. ആ പൊളിച്ചു മാറ്റിയ ആ കോൺക്രീറ്റും കല്ലും എല്ലാം പമ്പാ നദിയിൽ കൊണ്ടുപോയി ഒഴുക്കി അവിടെയുള്ള മരത്തിൻ്റെതായ കാര്യങ്ങൾ കൊണ്ടുപോയി അവിടെ കൊണ്ട് ദഹിപ്പിച്ചു. ബാക്കി പറകളും ബാക്കി അഷ്ടപാലകരെയും എല്ലാം കണക്കെടുത്തുകൊണ്ട് അവിടെ ദേവസ്വം തിരുവാഭരണ കമ്മീഷനെ കൊണ്ടുപോയി സ്ട്രോങ് റൂമിൽ വെച്ചു. ഈ വാജിവാഹൻ മാത്രമാണ് ഞങ്ങൾ തന്ത്രിക്ക് കൊടുത്തു വിട്ടിട്ടുള്ളത്. ഇതാണ് അവിടെ ഉണ്ടായ കാര്യം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് തീരുമാനമാണ്. ഇങ്ങനെയാണ് താന്ത്രിക സമക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞത് കൊണ്ട് അത് ശരിയാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. അല്ല, ഇതിൽ നമ്മൾ ആ ഫോട്ടോകൾ കാണുമ്പോൾ അതിന്റെ അടിഭാഗത്ത് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഈ കോൺക്രീറ്റ് ആയിരുന്നിട്ടും അത് പ്രശ്നമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞങ്ങൾ പൊളിച്ചു മാറ്റാനല്ല തീരുമാനിച്ചത്. ഞങ്ങൾ മുമ്പുള്ള ബോർഡ് തീരുമാനിച്ചതാണ്.
അല്ല അപ്പോ അത് പൊളിച്ചു മാറ്റാൻ അത് പൊളിച്ചപ്പോൾ പരിശോധനയൊന്നും നടത്തിയില്ലേ? നേരത്തെയുള്ള തീരുമാനം അതെങ്ങനെ പരിശോധിക്കണമെങ്കിൽ ഈ പുറത്തിട്ടിരിക്കുന്ന നാഴി മാറ്റിയാലേ പരിശോധിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പുറമേയുള്ള സ്വർണത്തിന്റെ പറകൾ മാറ്റിയാലേ പരിശോധിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിന്റെ അടിഭാഗം ദ്രവിച്ച് കമ്പി പുറത്തു വന്നിരിക്കുന്ന അവസ്ഥ കണ്ടതാണ് ഞങ്ങളൊക്കെ. നിങ്ങളത് കണ്ടില്ല എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് മുമ്പുള്ള ബോർഡാണ് തീരുമാനിച്ചത്. അവരാണ് തേക്കുകഴ കോന്നിയിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. അത് തുടർന്ന് ഞങ്ങൾ നടത്തിയെന്ന് മാത്രം. ദേവസ്വം ബോർഡിന്റെ ഒരു പൈസ പോലും മുടക്കാതെ ഫിനിക്സ് ഗ്രൂപ്പിനെ കൊണ്ട് പൈസ മുടക്കിച്ച് ഞങ്ങൾ ചെയ്തു. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു കൊടിമരമായത് മാറിയിരിക്കുന്നു. 500 വർഷക്കാലത്തേക്ക് അതിന്റെ നിറം പോകാത്തതിൽ 10ഉം 11ഉം ലെയർ സ്വർണമാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഈ പഴയ വാജിവാഹനവും അഷദിക് പാലകനും അതൊക്കെ മാറ്റണം എന്നതും നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു. മുൻപത്തെ ബോർഡാണോ തീരുമാനിച്ചത്? അതെന്തിനാണ് മാറ്റിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? അല്ല, ഒരു പുതിയത് വെക്കുമ്പോൾ പഴയത് എങ്ങനെ വെക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെയാണ് ശ്രീ അജയ് തറയിൽ ആരോപണമായി വരുന്നത് അതിലൊരു തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്ന്. അത് പുതിയ ഒരു കൊടിമരം വെക്കുമ്പോൾ അവിടെയുള്ള പറകൾ അതെല്ലാം എടുത്തു. അതുപോലെ ഈ പറയുന്നത് അഷ്ടപാലകൻ അതെല്ലാം അവിടെ ഉണ്ടല്ലോ, സ്ട്രോങ് റൂമിലുണ്ടല്ലോ അവിടെ. പിന്നെ എന്താണ് അതിനകത്ത് തട്ടിപ്പുള്ളത്? അത് പഴയത് വെക്കണമെന്ന് പറയുന്നത് ആരാ പറയുന്നത്? വർഷങ്ങൾ പഴക്കമുള്ള പഴയതാണോ വെക്കുന്നത്? എന്ത് ലോജിക്കാണോ പറയുന്നതിനകത്ത്? ഒരു പുതിയ ഞങ്ങൾ വളരെ മനോഹരമായ തറ പോലും ഞങ്ങൾ സ്വർണം പൂശിയിരിക്കുകയാണ്. അത്രയും കാലം സ്വർണം ആ തറ എന്ന് പറയുന്നത് കരിങ്കല്ലായിരുന്നു. അത് ഞങ്ങൾ ചെമ്പുകൊണ്ട് മാറ്റി സ്വർണം പൂശി. കണക്കുണ്ടോ ശ്രീ അജയ് തറയിൽ എത്ര സ്വർണം പൊതിഞ്ഞു? അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്കുണ്ടായിരുന്നു? കൃത്യമായ കണക്കുണ്ടല്ലോ. ആ കണക്കെല്ലാം ദേവസ്വം ബോർഡിലുണ്ട്. ആ കണക്കെല്ലാം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി അത് പാസ്സാക്കിയിട്ടുണ്ട്. അതിന്റെ എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനായ ASP കുറുപ്പാണ്.